കണ്ടിട്ട് പേടിച്ച് വീടുക്കാണ്. ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റൂല. ഡോക്ടർ എത്ര പൈസ വാങ്ങുന്നത് തരുവാനെന്ന് പ്ലീസ് രക്ഷിക്ക പ്ലീസ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരുന്ന ചെയ്യാം. കുറച്ച് സാധനങ്ങളുണ്ട്, അത് വിൽക്കാം. അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് രക്ഷിക്കാം. ആകെ ഇതന്നെ ഉള്ളൂ, ഇതെടുത്ത് കൊടുക്കാം. ചേട്ടാ അതെത്ര വിറ്റാൽ പൈസ ടോട്ടല് പറയുമ്പോൾ നമുക്കൊരു 1 ലക്ഷത്തിന് വെക്കാമേ. ഇത് കുറേ ഉണ്ട്, ഞാൻ 1 ലക്ഷം തരാം കേട്ടോ. ഇത് ക്വാളിറ്റി ഉള്ളതാണ്, ഇരുമ്പിന് നല്ല വില കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ. വളരെ നന്ദി. എൻ്റെ കൂട്ടുകാരന് വയ്യാതിരിക്കുന്നു, ഡോക്ടർ പറഞ്ഞു 1 ലക്ഷം തരാനും. വളരെ നന്ദി കേട്ടോ. ഓക്കെ, നിങ്ങളെ കൂട്ടുകാരിപ്പോ ഓക്കെയാണ്. നിങ്ങളവിടെ പൈസ അടിച്ചില്ലേ? നമുക്ക് ആ അടുത്ത പ്രേതത്തിനോട് ഓടിച്ചാലോ? ഒരു ഊഹം വെച്ച് നോക്കുമ്പോ ഇവിടെയാണോ വീണു. അപ്പൊ എന്തായാലും ഇവിടെ പ്രേതം നിന്ന് ഉറപ്പിച്ചു. എടാ ഇക്കറിയണ ഒരു ഉസ്താദിനുണ്ട്, അതിനോട് വിളിച്ചു ഇവിടെ മന്ത്രിച്ചാലോ? എടാ ഇക്ക് എന്തായാലും ആ പ്രേതത്തിന് റിവഞ്ച് കിട്ടണം. എന്തായാലും നമുക്ക് ആ ഉസ്താദിനെ വിളിക്കാം. അപ്പൊ ഇതല്ലേ കാട്? അപ്പൊ ഇത് ഉസ്താദിനും പറ്റൂലല്ലേ? ആടാ ഉസ്താദിനും പറ്റണില്ല, അത്രയും വലിയ പ്രേതോ. ഞാൻ ഒറ്റ വഴിയില്ല, എനിക്കറിയാം. ആ വഴി എന്താന്ന് പറഞ്ഞാ, ഇതാണ് എൻ്റെ പ്രത്യേകത മാല. ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അവിടെ വലിച്ചെറിഞ്ഞാൽ മതി. ഈ സ്ക്യൂട്ട് കേസ് അവിടെ ഇട്ട് പോരണം. പക്ഷേ ഒരാൾ മാത്രം പോയാൽ മതി. ഉസ്താദ് പോയാ മതി പ്ലീസ്. ഞാൻ പറഞ്ഞ മാതിരി ആ പ്രേതം പോയിക്കോ. പ്രേതം അതൊരിക്കലും നിൽക്കില്ല. അവർക്കറിയില്ല ഈ ഞാനാണ് പ്രേതമെന്ന്. ഞാൻ ഈ അഭിനയിച്ചതൊക്കെ വെറും പുല്ലിന് വേണ്ടി.